ഗുഡ് ആഫ്റ്റർനൂൺ. പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. നാടും നഗരവും താണ്ടി വാർത്തകളും വിശേഷങ്ങളും തേടി പ്രയാണം തുടരുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ് അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടും. ഒപ്പം ദുരിതകയങ്ങൾ നീന്തി കയറിയ പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളുടെ കാഴ്ചയും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പ്രാദേശികമായ റിപ്പോർട്ടുകൾ കണ്ടു, സംസ്ഥാനത്തു നിന്നുള്ള നിരവധി റിപ്പോർട്ടുകൾ കണ്ടു, ദേശീയ റിപ്പോർട്ടുകൾ കണ്ടു. ഇന്ന് നമ്മളൊരു വിദേശത്തു നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ദുബായിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലെ രസകരമായ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദുബായിലെ പരമ്പരാഗതമായ യാത്രാ സംവിധാനമായ അബ്രകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുബായ് ദേരയ്ക്കും ബദുബായ്ക്കും ഇടയിലൂടെയാണ് അബ്ര സർവീസുകളുള്ളത്. ദുബായിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗം കൂടിയാണ് അബ്രകൾ. ദുബായ് ക്രീക്കിലൂടെ ഈ കുഞ്ഞൻ ബോട്ടിലുള്ള യാത്ര നൽകുന്ന അനുഭവം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പതിറ്റാണ്ടുകളായി പ്രവാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു യാത്രയുടെ കഥയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമുള്ള നാടാണ് UAE. മരുഭൂമിയിൽ സ്വർഗം പണിത നാട്. എന്നാൽ പഴമയെയും തനിമ വിടാതെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയണം. അതിന് ഏറ്റവും വലിയ കാഴ്ചയാണ് ഈ അബ്ര. നഗരത്തെ രണ്ടായി തിരിക്കുന്ന നീർച്ചാൽ എന്ന് വേണമെങ്കിൽ ഈ കാണുന്ന ക്രീക്കിനെ പറയാം. ഈ ക്രീക്കിന്റെ ഒരു ഭാഗത്ത് ബർദുബായാണ്, മറുഭാഗത്ത് ദേരയാണ്. ഈ ദേരയ്ക്കും ബർദുബായ്ക്കും ഇടയിൽ ആളുകളെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന പരമ്പരാഗത ബോട്ടാണ് ഈ അബ്രകൾ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഈ അബ്രകളുടെ കഥ പറയാതെ ദുബായിയുടെ കഥ പൂർണ്ണമാവില്ല. ഒരു ദിർഹമാണ് ഈ അബ്രയിൽ യാത്രയ്ക്കായി നൽകേണ്ട കടത്തുകൂലി. 20 ആളുകൾക്ക് വരെ ഒരേ സമയം അബ്രയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സഞ്ചാരികൾ ഈ അബ്രയുടെ ഇരുവശങ്ങളിലുമായി ഇരു കരകളിലേക്ക് നോക്കിയാണ് ഇരിക്കുക. അബ്രയുടെ ഒത്ത നടുക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ ബോട്ട് നിയന്ത്രിക്കുക. ഈ കുഞ്ഞു കപ്പലിന്റെ കപ്പിത്താനാണ്. അബ്ര എന്ന പേര് ആദ്യം കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുമെന്ന് ഉറപ്പാണ്. അറബിയിൽ മറുകറിയെത്തൽ, കുറുകെക്കടക്കൽ എന്നെല്ലാം അർത്ഥം വരുന്ന അബ്ര എന്ന വാക്കാണ് പിന്നീട് അബ്രയായി മാറിയത്. ഒരു കാലത്ത് നിരവധി മലയാളികൾ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് 1-2 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. इधर 10 आदमी बैठ सकते हैं, इधर 10 आदमी। सुबह 6 बजे स्टार्ट हो रहा है, रात 12 बजे बंद होता है। गोल्ड सूप और देहरा वाला, गोल्ड सूप और बर्दुबाई वाला, और दूसरा स्टेशन है सबका और ओल्ड सूप वाला, वो 24 आवर चालू है. ഇത്തരത്തിൽ ദുബായ് RTOയുടെ കീഴിൽ 150ഓളം അബ്രകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്.
നാട്ടിലെ പുഴയിലൂടെ ഒരു തോണിയാത്ര നടത്തിയ അനുഭവമാണ് ഈ അബ്രയിലൂടെ യാത്ര ചെയ്താൽ ലഭിക്കുക. വികസനത്തിന് ലോകത്തിന് മാതൃകയായ ദുബായ് പഴമയെയും അതേ തനിമയോടുകൂടി ചേർത്ത് നിർത്തുകയാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കര, വ്യോമ, ജലഗതാഗത മാർഗങ്ങളിൽ സാധ്യമായതെല്ലാം ഉപയോഗിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ദുബൈയിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് തിരുവനന്തപുരത്തെ ബോണക്കാട്ടേക്കാണ്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയുടെ തലപ്പൊക്കമാണ് ബോണക്കാട്. കാഴ്ചയിലും അനുഭവത്തിലും ആർക്കും സന്തോഷം നൽകുന്ന ദേശം. പക്ഷേ ആ സന്തോഷം ബോണക്കാട്ടുകാർക്ക് നഷ്ടമായിട്ടും കൊല്ലങ്ങളായി. തോട്ടം ചരിത്രത്തിന്റെ പ്രേതഭൂമിയിൽ പ്രകൃതി ഭംഗിയുണ്ട്, പക്ഷേ മനുഷ്യർ നരകിക്കുകയാണ്. മനുഷ്യൻ നിസ്സഹായരായി കഴിയുന്ന ഭൂമികയിൽ ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് നടത്തിയ യാത്ര കാണും. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരിടത്തേക്കാണ് യാത്ര. ആർക്കും വേണ്ടാത്ത ഒരു ദേശത്തേക്ക്. അവിടെ ആർക്കും വേണ്ടാത്ത കുറച്ച് മനുഷ്യരുണ്ട്. ആ യാത്രകളിൽ കാണുന്ന കാഴ്ചകൾ മനോഹരമായിരിക്കാം. അവിടെ എത്തുമ്പോൾ പക്ഷേ കാണുന്ന കാഴ്ച അത്ര മനോഹരമാകണമെന്നില്ല. സഹ്യ താഴ്വരയ്ക്ക് കീഴിൽ ബോണക്കാട് മഞ്ഞ് പെയ്തിറങ്ങുന്നു. മലഞ്ചെരുവിലെ മരങ്ങൾക്കിടയിലൂടെ മടിച്ചെത്തുന്ന സൂര്യൻ, മലയിടുക്കുകളിൽ പതഞ്ഞിറങ്ങാൻ കാത്തുനിൽക്കുന്ന ചെറുവെള്ളച്ചാട്ടങ്ങൾ, പച്ചപ്പിന് നടുവിൽ ഗുൽമോഹർ വസന്തം. ഉയരെ എത്തിയാൽ പേപ്പാറ ഡാമും വിഴിഞ്ഞം തുറമുഖവും നഗരഗ്രാമങ്ങളും അങ്ങനെയെല്ലാം ഒറ്റ ക്യാൻവാസിൽ. ഇനി ബോണക്കാട്ടെ മനുഷ്യരിലേക്കാണ്. ആദ്യം പറഞ്ഞ ആ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരിലേക്ക്. ഇതുവരെ കണ്ട രസിപ്പിക്കുന്ന ഫ്രെയിമുകളല്ല ഇനി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് കർശന നിർദ്ദേശം. ആയിരത്തി 1800കളിലാണ് അഗസ്ത്യ മലനിരകൾക്ക് താഴെയുള്ള ബോണക്കാട് പ്രദേശത്ത് തേയില കൃഷി ആരംഭിക്കുന്നത്. 1.5 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇവിടെ അവശേഷിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ആ തേയില ഫാക്ടറിയും കുറേ മനുഷ്യരും. അവർക്ക് പറയാനുള്ളത് ഒരായുസിന്റെ അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥയാണ്. ഞാൻ ഒരു നിത്യരോഗിയാണ്. എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമുണ്ട്. എല്ലാം ആശുപത്രിയിൽ നിന്നൊക്കെയാണ് മരുന്ന് വാങ്ങിക്കുന്നത്. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ എങ്ങനെയാ അതിനകത്ത്? വലിയ പ്രയാസം തന്നെ. ഇപ്പോൾ ചെയ്തു തരണം ഇത്രയും ദിവസം ഇട്ട് ഒരു നിവർത്തിയില്ല. നമ്മളിവിടെ കിടക്കുകയാണെങ്കിൽ തലവിളി ഇടിഞ്ഞു എല്ലാം നനഞ്ഞ് കൂർന്നിരിക്കുകയാണ്. പേടിച്ച് ഇപ്പോൾ ഇതാ 10-15,000 രൂപയ്ക്ക് മുകളിൽ തടിയെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ഇതാ സിമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇതാ ചെയ്യുകയാണ്, ആൾ വിളിച്ച് ചെയ്യുകയാണ്. ഞങ്ങൾ ജയിച്ചു വന്ന ആദ്യം തോട്ടം തൊഴിലാളി ബോണക്കാട് തൊഴിലാളികളുടെ കാര്യം നോക്കിയിട്ടേ ഞങ്ങൾ വീട്ടിലെ കാര്യം നോക്കുള്ളൂ എന്ന് പറയും. എന്നാൽ പിന്നെ ആ പറഞ്ഞ വാക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ തൊഴിലാളികളോ ജനങ്ങളോ
അവർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ശേഖരിച്ച് എടുത്ത് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി അവരുടെ കുടുംബക്കാരും അവിടെ അവർ കാറിലും പ്ലെയിനിലും പറക്കണമൊക്കെ അവരും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ കഞ്ഞി കുടിക്കണ വെള്ളം കുടിക്കണ എന്നൊന്നും ഒരൊറ്റ വാക്ക് പോലും പിന്നെ അന്വേഷിച്ച് വരില്ല. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരും. നിസ്സാരം പറഞ്ഞാൽ ഒരു ഓട് അവരെ കൊണ്ട് മാറ്റിയിടാൻ കഴിയില്ല. അവർ പറയുന്നത് കോടികളുടെ ഇതുണ്ട് അല്ല. ഇന്ന് വരെ എല്ലാ മന്ത്രിമാരും ഇവിടെ വന്ന് ഇലക്ഷന് മുമ്പ് എല്ലാവരും വാഗ്ദാനം മാത്രം കൊടുത്ത് വോട്ടിന് വേണ്ടി മാത്രം. ഇതാ കഴിഞ്ഞപ്പോഴാണ് ഒരുത്തരും ഇവിടെ തിരിഞ്ഞു നോക്കാനില്ല. അമ്മ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കണേ? അതെ സാർ, അതേ മോനെ, ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നേ. പോവാൻ ഒരിടത്തും പോക്കടിയില്ല. മക്കൾ എത്ര കാലം പിടിച്ചുണയ്ക്കും? ഒരു മരണച്ചെലവിന് പോലും ഒരു 10 പൈസ ഒരിടത്തും ഇല്ലേ ചൊല്ല മക്കളെ. ഓണസമയത്ത് 2 മന്ത്രിമാർ ഇവിടെ വന്ന്, ധനകാര്യ വകുപ്പും തൊഴിൽ വകുപ്പും മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലൈനുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ ചെയ്യുവാനുള്ള ഇവിടെ താമസിക്കുന്നവരെല്ലാവർക്കും ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. സ്വന്തമായി ഒന്നുമില്ലാത്തവരാണ് ബോണക്കാട്ടുകാർ. അവർക്ക് ചുറ്റും കാടും മേടും ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളും മാത്രം. പുതിയതായി ഈ മണ്ണിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കാനും വയ്യ. അന്നവരെ പോറ്റിയ മുതലാളിയും ഇന്ന് പോറ്റേണ്ട സർക്കാരുകളും അവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ജിനുവസ് രാജിനും ശ്രീജുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ബോണക്കാട്ടുകാരുടെ ദുരിതങ്ങളിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവട്ടെ. നമ്മളിനി പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. ഡൽഹിയിൽ റോഡരികിലും ചേരികളിലുമായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പിഞ്ചു കുട്ടികളടക്കമുള്ള അവരുടെ ജീവിതം. അരികുവൽക്കരിക്കപ്പെട്ട ആ ജനതയുടെ അരികിലേക്ക് സർക്കാർ സഹായങ്ങൾ പോലും എത്തുന്നില്ല. ഡൽഹി നഗരത്തിലെ ആ നേർക്കാഴ്ചകളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി R. അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുരിത ജീവിതത്തിന്റെ കയത്തിൽപ്പെട്ട് വീർപ്പുമുട്ടുന്ന ഒരു ജനവിഭാഗമുണ്ട് ഡൽഹിയിൽ. നല്ല ഭക്ഷണമോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ലഭിക്കാത്തവർ. അവർക്കരികിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഈ യാത്ര. ഡൽഹി മുനീർക്കയിലെ ഫ്ലൈ ഓവറിന് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ റോഡരികിലും അതിൻ്റെ സൈഡിലുമായി ചെറിയ ചെറിയ കൂടാരങ്ങൾ കെട്ടി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. താമസമെന്ന് പറഞ്ഞാൽ ചെറിയ തുണികളൊക്കെ കൊണ്ട് കെട്ടിയ ഒരു ചെറിയ കുടിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവരുടെ ആ ദുരിത ജീവിതത്തെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. ഇതേ നിരത്തിന്റെ അരികിലായി അന്തിയുറങ്ങുന്ന ഒരു ലോകം. രാവിലെ ജോലികൾക്കായി പലയിടങ്ങളിലേക്ക് യാത്ര. രാത്രി റോഡരികിലും ചേരികളിലുമായി അഭയം. ദുർവിധിയിൽ ആഗ്രഹങ്ങളെ ചങ്ങലക്കിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പെടാപ്പാടുപെടുന്ന ഒരു ജനതയാണ് മുനീർക്കയിൽ കാണാൻ കഴിയുക. നേരിടുന്ന പ്രയാസങ്ങളെപ്പറ്റി അവർ പറയുന്നത് ഇങ്ങനെ. यहाँ बच्चे देखते हैं इधर उधर डोल रहा है, कुछ भी नहीं, भीख मांग मांग करके खाती हूँ, बस हो गया काम खत्म.
बीमारी आने समय हॉस्पिटल जाने में कोई हॉस्पिटल नहीं, सफदरजंग जाना पड़ता है। जब तक इंसान जाता है जब तक बस गया दुनिया। നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. കാരണം ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ, അതായത് ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഒരു കുടുംബം എന്ന നിലയിലാണ് ഇവരുടെയൊക്കെ താമസം. വാതിലുകളൊന്നുമില്ല, പകരം ഈ പറഞ്ഞതുപോലുള്ള തുണികളാണ് അവർ മറയ്ക്കായി ഉപയോഗിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം അത് നമുക്ക് ഈ ചേരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവർ താമസിക്കുന്ന ഈ പരിസരത്ത് ഒരു ഓട ഒഴുകുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യം, അതായത് ഈ മാലിന്യം മൊത്തവും കൊണ്ട് തള്ളിയിട്ടുള്ള ഒരു ഓടയാണ് എൻ്റെ പുറകിലുള്ളത്. ഇവർ ഈ പറയും പോലെ തന്നെ ആരോഗ്യരംഗം, അതായത് ഈ പറഞ്ഞ പകർച്ചവ്യാധികളെല്ലാം വേഗത്തിൽ പടർന്നു പിടിക്കാൻ കഴിയുന്ന ഒരു ദുരിത സാഹചര്യത്തിലൂടെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. കാലാവസ്ഥ വില്ലനാകുമ്പോഴും അഭയം പ്രാപിക്കാൻ നല്ലൊരു ഇടം ഇവർക്കില്ല. നല്ലൊരു വേതനം ലഭിച്ചാൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അവർ. ജനിച്ചത് മുതൽ അനുഭവിക്കുന്ന ദുരിതത്തിൽ ചിലർ നിശബ്ദരുമാണ്. ഒന്നും പറയാനില്ല എന്നാണ് മറുപടി. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ അധികാരത്തിൽ വരും. അവരുടെ ദൃഷ്ടിയിലെങ്കിലും പതിയട്ടെ ഈ ജീവിതങ്ങൾ. അതിലൂടെ ഇവർക്കും ഈ ദുരിത ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കട്ടെ. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് ഇന്നത്തെ അവസാനത്തെ റിപ്പോർട്ടിലേക്കാണ്. ഒരു മാർക്കറ്റിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. 10 വർഷം മുൻപ് മൂവാറ്റുപുഴയിൽ നിർമ്മിച്ച ഒരു ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കോടികൾ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് ഈ ആധുനിക ഫിഷ് മാർക്കറ്റ് ഉപയോഗപ്പെടുത്തുന്നത് മറ്റു പലരുമാണ്. ഈ റിപ്പോർട്ടിന് ശേഷം പോലീസ് ഡയറിയുമായി സുഹൈൽ മുഹമ്മദ് ചേരുന്നതാണ്. പോലീസ് ഡയറിക്ക് ഇന്ന് മുതൽ പുതിയ മുഖമാണ്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമൊക്കെ പോലീസ് ഡയറി നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ മൂവാറ്റുപുഴ മത്സ്യ മാർക്കറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെയും റൈഡിംഗ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ഒക്കെ ദുരിതങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും അതിജീവന കഥകളിലേക്കും ഒക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ചെത്തും. ഇന്നത്തെ നമ്മുടെ യാത്ര മൂവാറ്റുപുഴയിലേക്കാണ്. മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ ഒരു ആധുനിക മത്സ്യ മാർക്കറ്റുണ്ട്. എത്രത്തോളം ആധുനികമാണ് ആ മത്സ്യ മാർക്കറ്റ്? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മത്സ്യ മാർക്കറ്റ്. ഉദ്ഘാടനം കഴിഞ്ഞത് 2014, അതായത് 10 വർഷം പിന്നിടുന്നു. ഇക്കാലം അത്രയും ഒരു ചെറുമീൻ പോലും ഈ മാർക്കറ്റിൽ നിന്ന് വിറ്റുപോയിട്ടില്ല. മറ്റു പല കാര്യങ്ങൾക്കും തണലാകുന്നുണ്ട് ഈ മത്സ്യ മാർക്കറ്റ്. $4.5 കോടി മുടക്കിയാണ് മത്സ്യ മാർക്കറ്റ് പണിതത്. നിർമ്മാണം പൂർത്തിയായപ്പോൾ വർഷങ്ങളായുള്ള സ്വപ്നം പൂർത്തീകരിച്ചെന്ന് ആശ്വസിച്ചു മൂവാറ്റുപുഴക്കാർ. പക്ഷേ റോഡരികിലെ മത്സ്യവില്പനശാലകൾ ആധുനിക മത്സ്യ മാർക്കറ്റിലേക്ക് ഇതുവരെയും മാറിയില്ല. വിശാലമാണ് മത്സ്യ മാർക്കറ്റിന്റെ ഉൾവശം. 100 കണക്കിന് സ്റ്റാളുകൾ, മീൻ വൃത്തിയാക്കാനും വിൽപ്പനയ്ക്കും പ്രത്യേക സൗകര്യങ്ങൾ. ഇനി ഇന്നത്തെ അവസ്ഥ കൂടി കാണുക.
ഒരു ചെറിയ ബാറിനുള്ള എല്ലാ സൗകര്യങ്ങളും മാർക്കറ്റിലുണ്ട്. ചീട്ട് കളിക്കാൻ പോലും ആരൊക്കെയോ തയ്യാറാക്കി വെച്ച ഇരിപ്പിടങ്ങൾ ഉള്ളിൽ കാണാം. ലഹരി മരുന്നുകൾ കുത്തിവെക്കാനുള്ള സിറിഞ്ചുകളും കെട്ടിടത്തിനുള്ളിൽ സുലഭം. സാമൂഹ്യ വിരുദ്ധർ, മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും എല്ലാം അവർക്ക് വിഹരിക്കുവാനുള്ള ഒരു സുഖകരമായ ഇടം എന്നതിൽ കവിഞ്ഞാൽ ഈ മാർക്കറ്റ് കൊണ്ട് മൂവാറ്റുപുഴക്കാർക്കോ പ്രദേശവാസികൾക്കോ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ശാന്തമായ പ്രദേശത്ത് ഹൃദയഭാഗത്ത് തന്നെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇത്ര മനോഹരമായ ഒരു വിഹാര രംഗം സർക്കാർ ചെലവിൽ ഇങ്ങനെ പണിത് കൊടുക്കുമ്പോൾ ചീട്ടുകളിയും കള്ളുകൂടിയും മാത്രമല്ല സാമൂഹ്യ വിരുദ്ധ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ വരെ ഇവിടെ നടക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാം. അതായത് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഇനി അടച്ചിട്ട ഷട്ടർ കൂടി കാണുക. കെട്ടിടത്തിന്റെ 4 പാടും തുറന്നു കിടക്കുകയാണ്. മധ്യഭാഗത്തെ ഷട്ടർ മാത്രം അടച്ചിട്ടതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിക്കുന്നു നാട്ടുകാർ. ഇത്ര രൂപ മുടക്കി ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അത് വെറും വേസ്റ്റായിട്ട് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഇതുവരെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കൂട്ടം മീൻ പോലും വിറ്റിട്ടില്ല. ഏതെടുത്താലും ഞങ്ങളെ സംബന്ധിച്ചോളം, മൂവാറ്റുകാരെ സംബന്ധിച്ചോളം ഒന്നിനും ഒരു നീക്കുപോക്ക് ഇല്ലാത്ത ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ. നിർമ്മാണത്തിന് മുന്നേ തന്നെ വിവാദങ്ങൾ പലതുയർന്നു. വെള്ളം കയറുന്ന പ്രദേശത്താണ് കെട്ടിടമെന്ന നാട്ടുകാരുടെ പരാതി ഫിഷറീസ് വകുപ്പും മുനിസിപ്പാലിറ്റിയും ഗൗനിച്ചില്ല. മഴക്കാലത്ത് മുട്ടോളമാണ് മാർക്കറ്റിനുള്ളിലെ വെള്ളം. ഇങ്ങനെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പണിത പല കെട്ടിടങ്ങളും ഇന്ന് ആർക്കും വേണ്ടാതെ കാട് പിടിച്ചും സാമൂഹ്യ വിരുദ്ധർക്ക് സുരക്ഷിത താവളമായും ഒക്കെ മാറുന്ന വാർത്തകൾ സ്ഥിരമാണ്. എന്നിട്ടും ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും BS രാഹുലിനും മുഹമ്മദിനുമൊപ്പം അശ്വിൻ ബാലാഴി, 24.